ഹലോ, ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് us. ഇത് നമ്മളുടെ ഒരു വാഴ കൃഷിയായിരുന്നു. ഇതിൻ്റെ മുമ്പ് ഞാൻ ഇതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വാഴയൊക്കെ വലുതായി വന്നപ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. എന്തോ ഒരു രോഗങ്ങൾ, ഒന്നടങ്കം വാഴ ഇലയൊക്കെ ഒരു ജാതി ഒരു അരിപ്പ വന്ന് വീണിട്ട് അങ്ങനെയുള്ള, പിന്നെ കണ്ടമാനം ഒരു സൈസ് പുഴുക്കൾ ഒരു രീതിയിൽ ഒഴിവാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണാം. ഇലേൻ്റെ ഈ അരിപ്പേൻ്റെ ഭാഗം അതെല്ലാമായിട്ട് ഇതിനൊരു പ്രതിവിധിയായിട്ട് എന്ത് ചെയ്യണം എന്ന് വരെ അറിയില്ല. അതിനാൽ ഇതുമായി നല്ല ബന്ധമുള്ള ആൾക്കാർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചു തരണം. വലിയ ഉപകാരമുള്ള കാര്യമാണ്. നമ്മളും ഫ്രണ്ട്സും കൂടി ഫസ്റ്റ് ചെയ്തതായിരുന്നു. ഒരുപാട് എന്താ പറയുക, ഒരുപാട് പൈസയുടെ ഒരു നഷ്ടം തന്നെ ഒന്ന് സംഭവിച്ചു പോയി. ഇത് ശരിയാക്കി എടുക്കാനാവുമെന്ന് അറിയില്ല. അത്രയേ ഒന്നാം വളമിട്ട്, രണ്ടാം വളമിട്ട്, മൂന്നാമത്തെ വളം ഇടണോ ഇടണ്ടയോ എന്നുള്ള ഒരു ആലോചനയിൽ കൂടിയാണുള്ളത്. എല്ലാം ഒരു എന്തോ ഒരു ബാക്ടീരിയ എന്തോ ഒന്ന് കടന്നു കൂടിയുണ്ടേതായാലും വായൽ എന്ന് തന്നെ മനസ്സിലാക്കുന്നത്. അപ്പം ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നല്ല കൃഷിക്കാർ, നല്ല ഐഡിയ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുക. കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രതിവിധി പറഞ്ഞു തരിക. അത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ. അതിനും വേണ്ടിയാണ് ഈ വീഡിയോ നിർമ്മിക്കുന്നത്. ഈ വായയുടെ പുറത്ത് കണ്ട ഒരു കറുപ്പ് ഇതായിട്ട് അത് പശുവിൻ്റെ ഒരു കൂട്ടാണ്. അങ്ങനെയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും. അതിനാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതാണ് ഇതിൽ കിട്ടുന്ന നമുക്ക് കായ എന്ന് പറയുന്നത്. ഒരു 5-6 എണ്ണം ഉണ്ടാവും.